കാലടി സംസ്കൃത സർവകലാശാലയിൽ അധ്യാപകരുടെ പ്രതിഷേധം. വിരമിക്കുന്ന ദിവസം പ്രൊഫസറായ ഡോക്ടർ ലിസി മാത്യുവിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള VC-യുടെ നീക്കമാണ് പ്രതിഷേധത്തിന് കാരണം. സർവകലാശാലയുടെ അനുമതിയില്ലാതെ പുസ്തക പ്രകാശനത്തിന് ശ്രമിച്ചെന്നും തോറ്റ വിദ്യാർത്ഥിയെ ജയിപ്പിച്ചെന്നും ആരോപിച്ച് ലിസി മാത്യുവിന് VC ചാർജ് ഷീറ്റ് നൽകിയിരുന്നു. കള്ളക്കഥകൾ മെനയുകയാണെന്നും സിസ തോമസ് VC-യായ ശേഷം നടക്കുന്നത് ഭരണകൂട ഭീകരതയെന്നും ലിസി മാത്യു പറഞ്ഞു. ഇന്നലെ എനിക്കൊരു ചാർജ് മെമ്മോ കിട്ടി, അതിനു മുമ്പ് ഒരു വിശദീകരണ കുറിപ്പും കിട്ടി. ഇത് രണ്ടും സത്യത്തിൽ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തതിന് കിട്ടിയ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 3 വലിയ കുറ്റങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലൊന്ന്, തീർത്ഥപാദ പുരാണം എന്ന പുസ്തകം ഡമ്മി കോപ്പി ഗവർണർക്ക് എത്തിച്ചു എന്ന കടുത്ത ആരോപണമാണ്. VC-ക്ക് ഇതിൻ്റെ ഒരു 3ാം ഘട്ട, അതായത് അച്ചടിക്ക് വേണ്ടി അടക്കമുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് ഞാൻ VC-ക്ക് എഴുതിയത്. അന്ന് ഗീതാകുമാരി ടീച്ചർ VC ആയിരുന്നപ്പോഴാണ് ഇത് എഴുതിയത്. അതിനുശേഷം സിസ തോമസ് മാഡം VC ആയിട്ട് വന്നു. ആ സമയത്ത് ഇത് ഫിനാൻസ് ഓഫീസർ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫൈനാൻസ് കാര്യങ്ങൾ അവസാന തീരുമാനം പറയേണ്ടത് ഫൈനാൻസ് ഓഫീസറാണ്. അവരിത് കൊടുക്കാം എന്നെഴുതി, രജിസ്ട്രാർ അത് അംഗീകരിക്കാവുന്നതാണെന്ന് എഴുതി. അതിനുശേഷമാണ് വൈസ് ചാൻസലർ എഴുതിയത് ഇങ്ങനെ ഫണ്ട് കൊടുക്കാൻ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അനുവദിക്കുന്നില്ല. ഓർക്കണം, അന്ന് 2.25 കോടി രൂപ ഗ്രാന്റ് അനുവദിച്ച ദിവസങ്ങളാണ്. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് റഫീഖ് വിശദാംശങ്ങളുമായി. റഫീഖ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? VC-ക്കെതിരായ പ്രതിഷേധത്തിനുള്ള കാരണം എന്താണ്? സൈഫു, 2026 മാർച്ച് 5-ന് കാലടി സർവകലാശാല VC-യെ മാറ്റിയിട്ട്, അന്ന് ഗീതാകുമാരി ടീച്ചറായിരുന്നു VC, അവർക്ക് പകരം പുതുതായിട്ട് സിസ തോമസിനെ ചുമതല ഏൽപ്പിച്ചത് മുതൽ കാലടി സർവകലാശാല വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായി കൂടിയാണ് ഇന്ന് ഇപ്പോൾ അവിടെ അസ്യൂട്ട് എന്ന പേരിലുള്ള ഇടത് അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഉയർന്നത്. ഇന്ന് വിരമിക്കുന്ന പ്രൊഫസർ ലിസി എന്ന അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അധ്യാപികക്കെതിരെ കുറ്റാരോപണ ചാർജ് അടക്കം ഉള്ള മെമ്മോ നൽകിയതിനെതിരെയാണ് പ്രതിഷേധം വരുന്നത്. ഇവരെ സസ്പെൻഡ് ചെയ്യാൻ VC ഗവർണറുടെ നോമിനിയായ VC ഡോക്ടർ സിസ തോമസ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണത്തിലാണ് ഇന്ന് അവിടെ ഉച്ചയ്ക്ക് പ്രതിഷേധം ഉയർന്നത്. ഇവർക്ക് ഇവിടുത്തെ ചാർജ് ഷീറ്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും താൻ ചെയ്തിട്ടില്ല എന്നാണ് പ്രൊഫസർ ലിസി വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ തന്നെ താൻ പബ്ലിക്കേഷൻ ഡയറക്ടറായിരുന്നു. ആ സമയത്ത് ചെയ്ത പ്രവൃത്തികളെല്ലാം ഇപ്പോൾ കുറ്റാരോപണങ്ങളായി ഉന്നയിക്കുകയാണ്. ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം എന്ന ഒരു വലിയ ഗ്രന്ഥം വീണ്ടും തയ്യാറാക്കി എന്നുള്ള കുറ്റമാണ് തനിക്കെതിരെ ഉയർത്തുന്നത്. അതുപോലെ തന്നെ SFI നേതാവായ വിദ്യാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണവും ഇവർക്കെതിരെയുള്ള കുറ്റപത്രത്തിലുണ്ട്. ആ ആരോപണവും തെറ്റാണ്, താൻ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല. ഇതേപോലുള്ളൊരു വിഷയത്തിലായിരുന്നു മുമ്പ് VC ആയിരുന്ന ഗീതാകുമാരിയെ ഗവർണർ പുറത്താക്കിയതും പകരം സിസ തോമസിനെ ചുമതല ഏൽപ്പിച്ചതും. പിന്നെ പ്രൊഫസർ ലിസി പറയുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, താൻ VC ആവാൻ യോഗ്യതയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഭാവിയിൽ VC ആവാനുള്ള സാധ്യത കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം ഗവർണറുടെയും അതുപോലെ നിലവിലുള്ള VC-യുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ള ആരോപണവും കൂടി അവർ ഉയർത്തുന്നുണ്ട്. സൈഫു. ശരി, മുഹമ്മദ് റഫീഖാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കാലടി സംസ്കൃത സർവകലാശാലയിലാണ് ജീവനക്കാരുടെ പ്രതിഷേധം നടക്കുന്നത്.